ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് കാണിക്കാൻ വേണ്ടി ഇഡ്ഡലിയുടെ ചേരുവകളൊക്കെയാണ് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ്. അപ്പോൾ ഞാൻ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഓരോന്നിൽ കാണാറുണ്ട് ചോറരയ്ക്കുന്നത്. അപ്പോൾ എനിക്കത് ഭയങ്കര കൺഫ്യൂഷനാണ്. അന്നേരം അതിന് കേടായ ചൊവ വരികയില്ലേ, പുളി കൂടുകയില്ലേ എന്നൊക്കെ തോന്നാറുണ്ട്. ഇപ്പം ഞാനിങ്ങനെ ഉണ്ടാക്കുന്നത് 2 ഗ്ലാസ് പച്ചരി എടുക്കും, ഒരു 1/4 ഗ്ലാസ് അതേ ഗ്ലാസ്സിന് തന്നെ കുത്തരി എടുക്കും, ചോറ് വയ്ക്കുന്ന അരിയില്ലേ അത്, പിന്നെ ഒരു ചെറിയ സ്പൂണ് ഉലുവായും ചേർക്കുവേ. എന്നിട്ട് അതെല്ലാം കൂടെ ഒരുമിച്ച് വെള്ളത്തിൽ നല്ലപോലെ കഴുകിയിടും. പിന്നെ ഒരു 3/4 ഗ്ലാസ് ഉഴുന്നും ചേർക്കും. ഉഴുന്ന് വേറെ, രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കഴുകി ഒരു 10 മണിക്കൂറോളം നമ്മൾ കുതിരാനായിട്ട് വെക്കുവേ. എന്നിട്ട് വൈകിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. ഇപ്പോൾ രാവിലെ ഒരു 7 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ. ചോറും വെന്തു, കുടിവെള്ളം വെന്തു, ഈ അടുപ്പിൽ വെക്കുന്ന സാധനങ്ങളെല്ലാം വെന്തു, ഈ തീയടുപ്പയിൽ, വിറകടുപ്പയിൽ. എന്നിട്ട് നമ്മൾ ഇന്നലത്തെ ചട്ടി മയക്കുവാണേ. എന്നിട്ട് ആ ചട്ടിക്കകത്ത് നിറച്ചും വെള്ളം ഒഴിച്ച് ഈ ഇതേ വെച്ചേക്കുക. ഈ ഭയങ്കര ചൂടാവും ഭാഗത്തെ കറികളെല്ലാം വെന്ത് സെറ്റായിട്ടിരിക്കുന്നതാണ്. പിന്നെ അതിനകത്തോടെ ഉണ്ടല്ലോ, നമ്മൾ ആ വെള്ളത്തിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുവേ. എണ്ണ എന്ന് പറയുന്നത് നല്ല എണ്ണ, ഒത്തിരി ഫ്രഷ് എണ്ണ വേണമെന്നൊന്നുമില്ല. ഞാൻ ഈ വറുത്ത എണ്ണയൊക്കെ ഒരു പ്രാവശ്യം ഉപയോഗിക്കുള്ളേ. അപ്പോൾ പപ്പടം കാച്ചിയ എണ്ണയൊക്കെ ഉണ്ട്, അപ്പോൾ അതെടുത്ത് അതിൻ്റെ അകത്തോട്ട് ഒഴിച്ച് കണ്ട എണ്ണ പൊങ്ങി കിടക്കുന്നത്. ഇപ്പോൾ അത് നിറച്ചും വെള്ളമുണ്ട്. എന്നിട്ട് ഈ ബർണറിന് എപ്പോഴും ചൂടാണ്, എൻ്റെ കൈയൊക്കെ എപ്പോഴും പൊള്ളും. ഉപകാരമുണ്ട്, അതുപോലെ തന്നെ ഉപദ്രവവും ഉണ്ട് ഇതിനെ കൊണ്ട്. അതിനെന്ന് വെച്ചാൽ ഒത്തിരി സൂക്ഷിച്ചില്ലെങ്കിൽ എപ്പോഴും കൈ പൊള്ളി വരുവേ. അത് ജനലയിലിരിക്കുന്നത് അപ്പൂൻ്റെ വിത്തുകളൊക്കെ കേട്ടോ. അപ്പൂ അവിടെ കൊണ്ടുപോയി പൊതിഞ്ഞ് വയ്ക്കുക. ആ പാത്രത്തിലെല്ലാം അവൻ്റെ വിത്താണ്. ഇതിപ്പം വൈകിട്ടൊക്കെ ആയപ്പോഴത്തേനും ഇത് നല്ലപോലെ സെറ്റായി. കണ്ടോ എന്തോരം വെള്ളം കുറഞ്ഞായിരിക്കുന്നത്. ആ വെള്ളം മുഴുവൻ വലിച്ചു തന്നിട്ട് ഇത് ആ ബർണർ തണുക്കുന്നതനുസരിച്ച് ഇത് അത്രയും നേരം അവിടെ ഇരുന്നത്. ഇപ്പം വൈകുന്നേരമായേ. എന്നിട്ട് ആ വെള്ളം കൊണ്ട് തന്നെ നമ്മളതെല്ലാം തൂത്ത് എടുക്കുമ്പോൾ ആ എണ്ണ ഇപ്പം മാക്സിമം എണ്ണ അതിലായിട്ടുണ്ട്. എന്നിട്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചുറ്റും തൂത്ത് എല്ലായിടത്തോടും എണ്ണ പറ്റാത്തോടത്തൊക്കെ പറ്റിച്ച് ആ വെള്ളം, ആ പാത്രം കഴുകി ആ വെള്ളം അങ്ങോട്ട് കളയും. എന്നിട്ടൊരു തുണി കൊണ്ട് നല്ലപോലെ തൂത്തേച്ച് ഇത് ഈ എണ്ണയൊക്കെ മേടിക്കുന്ന കവറില്ലേ, ആ കവർ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്കിത് ഭയങ്കര ഉപകാരമായി ഈ സാധനമേ, ഈ കവറ്. ഞാൻ അതിൻ്റെ ഇങ്ങനത്തെ പാക്കറ്റ് എണ്ണയെ മേടിപ്പിക്കത്തുള്ളൂ. ഇതുപോലത്തെ ഈ ചട്ടിയെല്ലാം തൂത്ത് വയ്ക്കും. പിന്നെ ഇരുമ്പിൻ്റെ ചട്ടികളില്ലേ അത് തൂത്ത് വയ്ക്കും. ചപ്പാത്തി പലക തൂത്ത് വയ്ക്കും. പിന്നെ ഈ ഇളക്കുന്ന തടിയുടെ തവിയില്ലേ അതും തൂക്കും. പക്ഷേ എനിക്കത് ഉപയോഗിക്കുന്ന ഇഷ്ടമില്ലേ. എന്നിട്ടുള്ള നോൺ സ്റ്റിക്ക് പാത്രം എല്ലാം കുത്തി അതെല്ലാം പൊളിച്ച് കളയും. അതൊക്കെയാണ് എൻ്റെ ജോലി. അതിനാണ് ആ തടിയുടെ ആദ്യമായിട്ട് ഇളക്കുമ്പോൾ ഇത് എന്നാ തടിയാന്നൊക്കെ എനിക്ക് ഭയങ്കര നമ്മളുണ്ടാക്കുന്നൊന്നും അല്ലല്ലോ, എല്ലാവരും ഉപയോഗിക്കുന്ന. പക്ഷേ നമ്മൾ ഒരു ഇപ്പോൾ കണ്ടോ അതിൻ്റെ പുറത്തെല്ലാം എണ്ണ ഇരിക്കുന്നുണ്ട്. ഇനി ഞാൻ പിന്നെ കാണിക്കാം, കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ സെറ്റപ്പ് എല്ലാം മാറും. ഇപ്പോൾ വൈകിട്ടായി നല്ല അരിയൊക്കെ കുതിർന്നു. കണ്ട നമ്മുടെ കുത്തരി എവിടെയാണെന്ന് കാണാൻ പോലും ഇല്ലേ. ആ റെഡ് കളറും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ അത് ശരിക്കും കണ്ടെടുക്കാൻ പോലും ഇല്ല. അതിന് യാതൊരു ശരിക്കും അത് ഒരു പ്രത്യേകതയൊന്നും തോന്നുന്നില്ല ഇഡ്ഡലി കഴിക്കുമ്പം. പക്ഷേ പുളിയൊക്കെ ആയാലും കറക്റ്റൊക്കെ ആയിട്ടാണ് കിട്ടുന്നത്. അല്ലാണ്ട് അരി അരച്ചത് കുത്തിരി അരയ്ക്കുന്നത് കൊള്ളുകയില്ല, എന്നാലും ശരിയാകത്തില്ലെന്നൊക്കെ എന്നോട് കുറേ ആൾക്കാരൊക്കെ പറഞ്ഞു. നമ്മളിങ്ങനെ ആൾക്കാരോട് വർത്താനൊക്കെ പറയുമല്ലോ അന്നേരം. എന്നിട്ട് നമ്മൾ ഒരേ ഡയറക്ഷനിൽ വട്ടത്തിലിങ്ങനെ ഇളക്കി അടച്ചങ്ങോട്ട് വെക്കുവേ. ഒരു 4-5 ആകുമ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാൻ തുടങ്ങണം. എന്നെങ്കിലും രാവിലെ 7 മണിയാകുമ്പോഴത്തേനും എല്ലാവർക്കും എല്ലാം കാപ്പിയും ചോറും എല്ലാം റെഡി ആവണ്ടേ. പലർക്ക് പല ഇഷ്ടങ്ങളാണ്. ഇതിന് കറി ഉണ്ടാകണം, കറി തന്നെ 2-3 സൈസ് വേണം. പിന്നെ എനിക്കൊരു വൈകുന്നേരം ആയാലും ബീട്രൂട്ട് വൈകുന്നേരം നേരം ഇട്ട് വയ്ക്കുന്നത്, അച്ചാറിടാനുണ്ട്. എല്ലാ ദിവസവും എന്നേലും അച്ചാറിടുവേ. നല്ലപോലെ തൊലിയെല്ലാം കളഞ്ഞിട്ട് കഴുകി തുടയ്ക്കണം. ഒരു തുള്ളി പോലും വെള്ളം ഉണ്ടാകാൻ പാടില്ലേ. എന്നിട്ട് ഇതുപോലെ വട്ടത്തിലരിഞ്ഞിട്ട് പിന്നെ അത് ചെറിയ പീസാക്കി കൂടെ എടുക്കണം കേട്ടോ. പിന്നെ ഏറ്റവും ചെറിയ പാത്രം, അത് കൊള്ളുന്ന പാത്രം എടുക്കാവുള്ളൂ. പിന്നെ നല്ലെണ്ണ ഒഴിക്കാവുള്ളൂ. 1 സ്പൂണ് കടുക് ഇടണം. കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേനും ഒരു 1/4 സ്പൂണ് ഉലുവ ചേർക്കണം. ഞാൻ ഈ ഉലുവ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഉഴുന്നെന്ന് പറയും. ഉലുവ ചേർക്കണം. എന്നിട്ട് അത് നല്ലപോലെ ആയി കഴിയുമ്പം പിന്നെ കുറച്ച് ഒരു 5-8 കഷ്ണം വേണം വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു പച്ചമുളക്, കുറേ കരിയാപ്പില എന്തോരം ഇട്ടാലും നല്ല, അതിൻ്റെ ടേസ്റ്റ് നല്ലതാണല്ലോ. അത് കഴിയുമ്പോൾ എല്ലാവരും എടുത്ത് കളയും എന്നാലും. എന്നിട്ട് അതെല്ലാം കൂടെ കൂടി ഒരുമിച്ച് അങ്ങോട്ട് ഇട്ടാൽ മതി. ഒരുമിച്ചിട്ട് ഇളക്കി, എല്ലാം എളുപ്പപ്പണിയാണ്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഇളക്കി. ഒത്തിരി ഡ്രൈ ഒന്നും ആക്കണ്ട കേട്ടോ. ആവശ്യത്തിനെല്ലാം ഒരു പച്ചച്ചവയൊക്കെ ഒന്ന് മാറുമല്ലോ. അന്നേരം നമ്മുടെ ക്യാരറ്റ് ഇതുപോലെ ചെറു പീസായിട്ടും കൂടെ അരിഞ്ഞെടുക്കണേ. അപ്പോൾ ഞാൻ ആ വീതി കാണിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ അരിഞ്ഞ്, എന്നിട്ട് അതിന് ചെറു പീസാക്കി എടുത്താൽ മതി. ഒരു 1/2 ഇഞ്ച് 1 ഇഞ്ച് നീളത്തിലൊക്കെ അരിഞ്ഞ് 3 പീസാക്കി മുറിച്ചിട്ട് വീണ്ടും ചെറുതായിട്ട് അരിഞ്ഞ് കഴിയുമ്പോൾ അത് അതേപോലെ വരും. ഒത്തിരി അങ്ങ് ചെറുതാക്കി അരിഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരിയേ ഉള്ളൂ, 2-3 ദിവസം കൊണ്ട് തീരും. ഒത്തിരി ചെറുതായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് അവിഞ്ഞു പോവേ.
ഇത് ഒരുപാട് അങ്ങോട്ട് ഉണക്കിയൊന്നും എടുക്കണ്ട കേട്ടോ. ഇത് നല്ലപോലെ വെന്ത് കിട്ടിയാൽ മതി. വെള്ളം ഒഴിക്കുന്നില്ലാത്തത് കൊണ്ട് നമ്മളിത് അടച്ച് വെക്കണേ. അടച്ച് വെച്ചാൽ വയ്ക്കുന്നത്. ചെറു തീയിലിട്ട് അടച്ച് വെച്ച് ഇടയ്ക്കടുത്ത് നോക്കണം. ഇനിയിപ്പോൾ എങ്ങാനും ഒന്ന് കരിഞ്ഞു പോയെന്ന് തോന്നുക, വെള്ളം വറ്റിപ്പോയെന്ന് തോന്നുവാണെങ്കിൽ ഗ്യാസ് ഓഫാക്കി ഇട്ടിട്ട് അത് അടച്ച് വെച്ചേക്കണം. അപ്പോൾ അതിൻ്റെ അകത്ത് ആവി കൊണ്ട് അതിനകത്ത് ഓട്ടോമാറ്റിക്കലി വെള്ളം ഉണ്ടാവുമല്ലോ. ഇതിപ്പോൾ ഞങ്ങളുടെ ലൈറ്റാണ്. ഈ കാറിൻ്റെ പഴയ ബാറ്ററിയും കൊണ്ട് ഈ ലൈറ്റ് ഇങ്ങനെ പിടിച്ച് കണക്ട് ചെയ്തേക്കുന്നതാണ്. അപ്പൂൻ്റെ ചാനലുണ്ട്, ഗോവിന്ദ് വിനോദ് വ്ളോഗ്സിൻ്റെ അകത്ത്. അത് എല്ലാവർക്കും നല്ല ഉപകാരം. ഈ കറണ്ടൊക്കെ പോകുമ്പോൾ ഞാൻ ഈ ഒറ്റ ലൈറ്റും കൊണ്ട് തന്നെ ചിലപ്പോൾ രാവിലെ ഒന്നും കറണ്ട് കാണുകയില്ല. അതിൻ്റെ അകത്തുണ്ട് നമുക്കൊക്കെ ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഒരു ബാറ്ററി എന്നാലും സംഘടിപ്പിക്കാൻ വലിയ പാടൊന്നുമില്ലല്ലോ. ബാക്കിയൊക്കെ നിസ്സാര ചിലവേ ഉള്ളേ, നമുക്ക് തന്നെ ചെയ്യാം. അവൻ്റെ ചാനലിൽ കയറി നോക്കണേ, എന്നിട്ട് അവനെ പ്രോത്സാഹിപ്പിക്കണം. പിന്നെ ഇതിനകത്തോട്ട് ഇച്ചിരി ഉപ്പ് പോരായ്മ ഉണ്ടായിരുന്നു, അതും ഇട്ട്. പിന്നെ ഞാൻ അച്ചാറ് പൊടി ഇടുന്നേ. അച്ചാറ് പൊടി ഇടുന്നതുകൊണ്ട് കായം ഇടണ്ട, ഇല്ലെങ്കിൽ നമ്മൾ ആ കൂടെ കായം ഇടണമായിരുന്നു. എന്നിട്ട് നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ലല്ലോ. അതിൻ്റെ അകത്തുള്ള ആ ജലാംശം കൊണ്ട് ഇതിനെ ഇളക്കി ഇതിൻ്റെ പച്ചച്ചവയൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. എന്നിട്ട് ഇതിനെ വാങ്ങി വേറൊരു പാത്രത്തിലാക്കിയിട്ടാണ് നമ്മൾ വിനാഗിരി ഒഴിക്കുന്നത്. ഇതുപോലൊരു വലിയ സ്പൂണിന് വിനാഗിരി ഒഴിച്ചു. അതല്ലെന്നുണ്ടെങ്കിൽ അലുമിനിയ പാത്രത്തിൽ ഒഴിക്കുകയും തിളപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇതിന് വേറെന്തോ ഒരിതുണ്ട്. ഇത് നല്ല ചൂടല്ലേ ഒഴിക്കുക, അപ്പോൾ അത് ആവശ്യത്തിന് ചൂടായിക്കോളും. പിന്നെ അത് ഇളക്കി മിക്സ് ചെയ്ത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇപ്പം തന്നെ അതൊരു പ്രത്യേക ടേസ്റ്റിലായി. ഇപ്പോൾ വൈകുന്നേരം തന്നെ വിനിച്ചാണ് ഇടയ്ക്ക് വന്നപ്പം നല്ലതാണെന്ന് പറഞ്ഞു ഞാൻ കൊടുത്തപ്പം. ഇച്ചിരി ഉണ്ടാക്കുള്ളൂ, ഇല്ലെങ്കിൽ ഈ വെച്ചിരുന്ന് കഴിച്ചാൽ ഈ പ്രഷർ ഓരോ വയ്യായികളൊക്കെ ഉള്ളവർക്കും അല്ലെങ്കിലും കൊള്ളത്തില്ല. അച്ചാറല്ലേ, നല്ല സാധനമൊന്നും അല്ലല്ലോ. പിന്നെ ക്യാരറ്റ് ബീട്രൂട്ടും ഒക്കെ ഉണ്ട്. ഇതുപോലെ തന്നെ ക്യാരറ്റ് ഉണ്ടാക്കാവേ. എൻ്റെ ജോലികളെ തിരക്കാകാൻ വേണ്ടി കാണിക്കുന്ന ഇതൊക്കെ. ഇപ്പോൾ ഈ ചാനലും അത് തന്നെ. നമ്മളെങ്ങനെയായാലും നമ്മുടെ നേരം കളയണം, പിന്നെ കുറേ വർത്തമാനം പറയണം, അങ്ങനെ കുറേ കാര്യങ്ങളേ ഉള്ളൂ. കണ്ടോ, നല്ല ചാറ് പോലെയൊക്കെ വന്ന കണ്ടോ. അപ്പോൾ ഇത്ര ഉള്ളേ. നാളെ കാണാം കേട്ടോ. അപ്പോൾ ശരി, ബായ്.